Welcome to my channel Journey to Education. Chapter 1. What, Where, How and When. Rashida's question. Rashida sat reading the newspaper. Suddenly, her eyes fell on a small headline. 100 years ago? How, she wondered. Would anyone know what had happened so many years ago? അപ്പോൾ ഈ ചാപ്റ്റർ എന്നല്ല NCERT സിലബസ് അല്ലെങ്കിൽ CBSE സിലബസിൻ്റെ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാലും നമുക്ക് ആദ്യമേ അവർ ഒരു ആക്ടിവിറ്റീസ് നല്ലൊരു പ്രോസസ്സിങ്ങിലൂടെയാണ് അവർ കോൺസെപ്റ്റ്സ് എല്ലാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ ചാപ്റ്ററും തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി പോലോ അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം തുടങ്ങുന്നത്. അപ്പം നമുക്കും അതേ ഒരു രീതിയിൽ തന്നെ തുടങ്ങാം. അപ്പം റഷീദ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരിക്കൽ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ കണ്ണുകൾ ഒരു ഹെഡ്ലൈനിലേക്ക് പോയി. എന്തായിരുന്നു ഹെഡ്ലൈൻ? 100 years ago. അപ്പൊ കുട്ടി ഓർക്കും, 100 years ago, 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ ആൾക്കാർക്ക് അറിയാവുന്നത് എന്നൊക്കെ കൊച്ച് ആലോചിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ അറിയാം എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സബ്ജക്റ്റ് അല്ലേ? മിക്കവാറും ആർക്കും 5ാം ക്ലാസ്സിലൊന്നും ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കാണത്തില്ല. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? ഇപ്പൊ നമുക്ക് ഇപ്പൊ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് 3 ബുക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് അവർ വെരി ഫസ്റ്റ് ക്ലാസ് ഓഫ് ഹിസ്റ്ററി. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അല്ലേ? ഒരു കഥ പോലെ, ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചു പോകാം. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. യു കുഡ് ലിസൺ ടു ദ റേഡിയോ, വാച്ച് ടെലിവിഷൻ, റീഡ് എ ന്യൂസ് പേപ്പർ. അപ്പം ഇന്നലെ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയാനായിട്ട് നമുക്കൊരു റേഡിയോ കേട്ടാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അല്ലെ? ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാലും പിന്നെ TV കൂടെ ന്യൂസ് ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണെങ്കിലോ നമുക്ക് ചിലപ്പം ഓർത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ആണെങ്കിൽ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ പറയും. പക്ഷേ what about long ago? Let's us see how it can be done. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാ അല്ലെ? What can we know about the past? There are several things we can find out. What people ate, what kind of clothes they wear, the houses in which they lived. We can find out about the lives of hunters, herders, farmers, rulers, merchants, priests, craftspersons, artists, musicians, scientists. We can also find out about the games children played, the stories they heard, the plays they saw, the songs they sang. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാര് എങ്ങനത്തെ ഭക്ഷണമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അവരുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയായിരുന്നു, കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനല്ലേ? പണ്ട് ഹണ്ടേഴ്സ്, ഹേർഡേഴ്സ്, ഫാമേഴ്സ്, പിന്നെ പണ്ടൊക്കെ റൂളേഴ്സ് ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴത്തെ പോലല്ല. ഇപ്പൊ പൊളിറ്റീഷ്യൻസും ഒക്കെയാ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഡെമോക്രാറ്റിക് കൺട്രി എന്നൊക്കെ പറയുമ്പോൾ എന്തുവാന്ന് നമ്മൾ സിവിക്സിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വർഷമാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പിന്നെ പണ്ടത്തെ കലകൾ, അതായത് ക്രാഫ്റ്റ്സ്, പേഴ്സൺസ്, ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനത്തെ പടങ്ങളൊക്കെയാണ് വരച്ചുകൊണ്ടിരുന്നത്, എങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു പണ്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ലാംഗ്വേജ് ആയിരുന്നു, ഇപ്പൊ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലായിരിക്കും പണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഏൻഷ്യന്റ് ഏജിനെ കുറിച്ചാണ് നമ്മൾ ഈ ബുക്ക് ഫുള്ള് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഏൻഷ്യന്റ്, മിഡീവിയൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഏൻഷ്യന്റ് ഹിസ്റ്ററിയെ പറ്റിയാണ്. ഏൻഷ്യന്റ് ഹിസ്റ്ററിയാണ് ഈ ബുക്കിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വേർ ഡിഡ് പീപ്പിൾ ലീവ്? അപ്പൊ മനുഷ്യരൊക്കെ എവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? ഓക്കെ, മാപ്പ് 1 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേജ് 2, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് 2 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നർമ്മദ റിവർ കാണാം അല്ലേ? ഓക്കെ, ഓർത്ത് വെച്ചോ, ആ നർമ്മദ റിവറിനെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, people have lived along the banks of this river for several 100,000 years. Some of the earliest people who lived here were skilled gatherers, that is, people who gathered their food
They knew about the vast wealth of the plants in the surrounding forest and collected roots, fruits, and other forest produce for their food. They also hunted animals. അപ്പം എവിടെയായിരുന്നു പണ്ടത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്? ഓക്കെ, നർമ്മദ റിവർ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ആൾക്കാരൊക്കെ മനുഷ്യരൊക്കെ ഈ റിവേഴ്സിന്റെ ഒക്കെ ബാങ്കിലായിരുന്നു. റിവേഴ്സ്, ബാങ്ക്സ് ഓഫ് ദ റിവറിലായിരുന്നു പണ്ടത്തെ ആൾക്കാർ. അതായത് 100,000 years ago, ഏൻഷ്യന്റ്. അപ്പൊ ആ സമയത്തുള്ള ആൾക്കാരെല്ലാം റിവേഴ്സിന്റെ ബാങ്ക്സ് അല്ലെങ്കിൽ റിവറിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇവര് താമസിച്ചുകൊണ്ടിരുന്നത്. പീപ്പിൾ ലീവ്, അന്ന് താമസിച്ച ആൾക്കാരൊക്കെ എങ്ങനത്തെ ആയിരുന്നു? അവരൊക്കെ സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫുഡൊക്കെ തേടി പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനത്തെ ആയിരുന്നു അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഏരിയയിലുള്ള പ്ലാന്റ്സിനെ കുറിച്ചും അവരുടെ സറൗണ്ടിങ്സിലെ ഫോറസ്റ്റും കളക്റ്റഡ് റൂട്ട്സ്, ഫ്രൂട്ട്സിനെ കുറിച്ചും പിന്നെ ഫോറസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നും എല്ലാം അവർക്കറിയാം. അവര് ആനിമൽസിനെയൊക്കെ പോയി ഹണ്ട് ചെയ്ത് വേട്ടയ്ക്ക് പോയി ആയിരുന്നു അവർ ആനിമൽസിനെയൊക്കെ കൊന്നിട്ടായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. Now finds the Sulaiman and Kirtar hills to the northwest. Some of the areas where women and men first begin to grow crops. അപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിൽ തന്നെ കാണാവേ, സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്. സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹിയർ. ഓക്കെ, ഈ ഏരിയയിലൊക്കെ ആയിരുന്നു പണ്ടത്തെ മനുഷ്യർ ആദ്യമായിട്ട് ക്രോപ്സ് ഒക്കെ നട്ടു വളർത്തിക്കൊണ്ടിരുന്നത്. വീറ്റ്, ബാർലി 8,000 years ago ഒക്കെ വീറ്റും ബാർലിയും ഒക്കെ ഗ്രോ ചെയ്തതായിട്ട് ഈ പ്രദേശങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. എവിടൊക്കെ? സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്. People also began rearing animals like sheep, goat and cattle and lived in the villages. ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവര് ഫുഡിന് വേണ്ടിയൊക്കെ ഹണ്ട് ചെയ്യുമായിരുന്നു അല്ലേ പോയി. അതുപോലെ തന്നെ അവര് ആനിമൽസിനെ ലൈക്ക് ഷീപ്പ്, ഗോട്ട് ഇവരെയൊക്കെ ഹണ്ട് ചെയ്യുമായിരുന്നു പോയി. ഇനി അടുത്തത്, locate the Garo hills to the northeast and the Vindhya in the central India. There were some of the other areas where agriculture developed. ഓക്കെ, സോ നമുക്കിവിടെ ഗാരോ ഹിൽസും വിന്ധ്യാസും നോക്കാം അല്ലെ. വിന്ധ്യാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഒരു സെൻട്രൽ മാപ്പിൻ്റെ അകത്ത് ഒരു ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിലാണ് ഇതിന്റെ ലൊക്കേഷൻ. നമുക്ക് കാണാം ഇവിടെ വിന്ധ്യാസ്. ഓക്കെ, പിന്നെ ഗാരോ ഹിൽസ് അതിന്റെ ലെഫ്റ്റ് ഒരു വെസ്റ്റിലായിട്ട് നമുക്ക് കാണാം അല്ലെ, ഗാരോ ഹിൽസ്. ഓക്കെ, സോ ദിസ് വേർ സം ഓഫ് ദ അതർ ഏരിയാസ് വേർ അഗ്രികൾച്ചർ ഡെവലപ്ഡ്. ഇവിടെയൊക്കെ ആയിരുന്നു നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റിയത്. കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഗാരോ ഹിൽസിലും വിന്ധ്യാസിലും. The places where rice was first grown are to the north of the Vindhyas. എവിടെയായിരുന്നു റൈസ് ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റൈസ് ആദ്യം ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വിന്ധ്യാസ്, നോർത്ത് ഓഫ് ദ വിന്ധ്യാസ്. Trace the river Indus and its tributaries. അപ്പൊ ട്രിബ്യൂട്ടറീസ് എന്തുവാ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വാട്ട് ആർ ട്രിബ്യൂട്ടറീസ്? ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു റിവേഴ്സാ. അത് ലാർജ് റിവർ, ഒരു മെയിൻ റിവർ കാണും, ആ മെയിൻ റിവറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കുഞ്ഞു കുഞ്ഞു റിവേഴ്സ് ഫോം ചെയ്യും. അതെങ്ങനെ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ ജോഗ്രഫി പഠിക്കും. പക്ഷെ ട്രിബ്യൂട്ടറീസ് എന്താണ്? ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ട്രിബ്യൂട്ടറീസ് ആർ സ്മോൾ റിവേഴ്സ് that flow into a larger river. About 4,700 years ago, some of the earliest cities flourished on the banks of the rivers. ഇപ്പം 4,700 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മനുഷ്യർക്ക് ആദ്യമേ ആവശ്യം വെള്ളമാണ് അല്ലേ. അപ്പം ഈ വെള്ളം കിട്ടുന്ന നല്ല വെള്ളം, അതായത് ഫ്രഷ് വാട്ടർ റിവേഴ്സിലൊക്കെയാ, ബീച്ചിലൊക്കെ നമുക്ക് പോയി താമസിക്കാൻ പറ്റില്ല, കാരണം സോൾട്ട് വാട്ടർ അവിടെയൊക്കെ. അപ്പം നമ്മുടെ ഒരു സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് എവിടൊക്കെയാ? ബാങ്ക്സ് ഓഫ് ദ റിവറിന്റെ ബാങ്ക്സിലൊക്കെ ആയിട്ടാണ് സിറ്റീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്, പതുക്കെ വന്നുകൊണ്ടിരുന്നത്. Later, about 2,500 years ago, cities developed on the banks of the Ganga and its tributaries and along the sea coast. Okay,
ഗംഗ ഗംഗയുടെ ട്രിബ്യൂട്ടറീസിലും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു 2500 വർഷങ്ങൾക്ക് ശേഷം. ലൊക്കേറ്റ് ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് കോൾഡ് ദ സൺ. അപ്പം ഗംഗയ്ക്ക് ഒത്തിരി ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ട്രിബ്യൂട്ടറിയാണ് സൺ. അപ്പം നമ്മൾ മാപ്പിൻ്റെ അകത്ത് ഗംഗയുടെ സൺ ട്രിബ്യൂട്ടറി ആയ സണ്ണിനെ ലൊക്കേറ്റ് ചെയ്തു. In ancient times, the area along this rivers to the south of the Ganga was known as Magadha, now lying in the state of Bihar. അപ്പം മഗാധ എന്ന് പറയുന്നത് ബീഹാറിൽ, ഇപ്പം കറന്റ് ബീഹാറിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് മഗാധ എന്ന് പറയുന്നത്. പണ്ടത്തെ സമയങ്ങളിൽ ഈ റിവേഴ്സ് സൗത്ത് ഗംഗയുടെ സൗത്ത് ഓഫ് ദി ഗംഗ അല്ലെ, ഗംഗയുടെ സൗത്തിലായിട്ട് മഗാധ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ബീഹാറിൽ. ഇറ്റ്സ് റൂളേഴ്സ് വെർ വെരി പവർഫുൾ. അപ്പൊ ഈ മഗാധയിലെ റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അവര് വലിയൊരു കിങ്ഡം ഒക്കെ സെറ്റപ്പ് ചെയ്തു, ലാർജ് കിങ്ഡം സെറ്റപ്പ് ചെയ്തു. കിങ്ഡംസ് വെർ സെറ്റപ്പ് ഇൻ ദ അതർ പാർട്സ് ഓഫ് ദ കൺട്രി ആസ് വെൽ. അപ്പൊ ഇതുപോലെ തന്നെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മഗാധ എവിടെ? മഗാധ ഇപ്പൊ കറന്റ് ബീഹാറിലാണ്, പക്ഷെ സൗത്ത് ഓഫ് ദ ഗംഗ, നമുക്ക് റിവർ വെച്ച് ലൊക്കേറ്റ് ചെയ്യാണെങ്കിൽ സൗത്ത് ഓഫ് ദ ഗംഗ. ഓക്കെ, മഗാധ എന്ന് പറഞ്ഞൊരു ലാർജ് കിങ്ഡം ആയിരുന്നു. കിങ്ഡംസ് വെർ സെറ്റപ്പ് ഇൻ അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. Throughout, people traveled from one part of the subcontinent to another. അപ്പം പതുക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. സബ്-കോണ്ടിനെന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയില്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഓരോ പാർട്സിലായിട്ട് ആൾക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, സഞ്ചരിക്കാൻ ഇങ്ങനെ തുടങ്ങി. The hills and high mountains, including the Himalayas, deserts, rivers and seas, made journeys dangerous at times. നമുക്കറിയാം അല്ലെ, ഹില്ല് കുന്നുകളുടെ മണ്ടയ്ക്കൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഡെസേർട്ടിലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു പൊടിക്കാറ്റോ എല്ലാം വീശിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രാവലിംഗ് പോസിബിൾ അല്ല. റിവേഴ്സ് ഒക്കെ കടന്ന് സീസും ഒക്കെ കടന്നു പോകണമെങ്കിൽ അതൊക്കെ ഡിഫിക്കൾട്ടാണ്. പക്ഷെ അവർ എങ്ങനെയൊക്കെയോ നെവർ ഇമ്പോസിബിൾ ആയിരുന്നു ആ സമയത്ത്. നമുക്കിപ്പോൾ ഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ, പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നില്ല. അപ്പം അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരുന്നത്. So men and women moved in search of livelihood, as also to escape from the natural disasters like floods, droughts, etc. Okay, പതുക്കെ മനുഷ്യരെല്ലാം ഒരു കോൺസ്റ്റന്റ് പ്ലേസ് തപ്പിക്കൊണ്ടുപോയി. അവർക്ക് എപ്പോഴും താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു ഭക്ഷണം വേണം, വെള്ളം വേണം. അപ്പൊ അങ്ങനത്തെ എല്ലാ ഒരു സ്ഥലത്തിന് ഇങ്ങനെ തേടിക്കൊണ്ടുപോയി. പിന്നെ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് ഡ്രൗട്ട്, നമ്മൾ വലിയ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഈ റിവേഴ്സിന്റെ ബാങ്ക്സിലൊക്കെ ആണെങ്കിൽ വെള്ളം വരും, ഫുള്ള് ഒരു ഫ്ലഡ് അവിടെ ഉണ്ടാവും. അപ്പം അവിടെയൊക്കെ താമസിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പം മനുഷ്യര് ഇങ്ങനെ ലൈവ്ലിഹുഡ് തപ്പി പോവുകയാണ്. സംടൈംസ് മെൻ മാർച്ച്ഡ് ഇൻ ആർമീസ് കൺക്വയറിങ് അതർ ലാൻഡ്സ്. അപ്പം ഒരു ബാങ്ക്സിന്റെ ഇപ്പം ഓരോരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഇങ്ങനെ വന്ന് താമസിക്കുവാണല്ലോ. അപ്പം ഇങ്ങനെ ഫ്ലഡ്, അവർക്ക് അവിടെ പിന്നീട് നിൽക്കാൻ പറ്റാതാവുമ്പം ഇവര് ഈ കൂട്ടമുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ഇവര് നടന്ന് ഒരു ആർമി പോലെ വേറൊരു ലാൻഡിൽ പോയി ആ ലാൻഡ് എല്ലാം കോൺക്വയർ ചെയ്യും, ആ ലാൻഡ് എല്ലാം പിടിച്ചെടുക്കും. Beside merchants traveled with carvers or ships carrying valuable goods from place to place. Okay, merchants traveled with caravans. Okay, merchants അവര് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെ വെച്ചായിരുന്നു, അവർക്ക് കാരവൻസ് ഉണ്ടായിരുന്നു, ഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് കുറെ വാല്യുബിൾ ഗുഡ്സ് ഉണ്ടായിരുന്നു. അവർ ഓരോ പ്ലേസിൽ നിന്ന് പോകും തോറും അവരുടെ കൂടെ ഓരോ വാല്യുബിൾ ഗുഡ്സും എല്ലാം എടുത്തിരുന്നു. Religious teachers walked from the village to village, town to town, stopping to offer instructions and advice on the way. Finally, some people perhaps traveled driven by a spirit of adventure. ചില ആൾക്കാരൊന്നും വിട്ടുകൊടുത്തില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ഡെസേർട്ടിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യും. ട്രാവൽ എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ചില ആൾക്കാരൊന്നും വിട്ടുകൊടുത്തില്ല. അവർ ആ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ, ആ ഇത് സ്പിരിറ്റിൽ തന്നെ പോയി അവര് പുതിയ സ്ഥലങ്ങളെയൊക്കെ ഡിസ്കവർ ചെയ്തു പോയി. All this led to the sharing of ideas between people.
Why did people travel nowadays? അപ്പോൾ ഇപ്പം എന്തിനാണ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്? ഇപ്പം അതിനൊന്നുമല്ല അല്ലേ. ഇപ്പം പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഡിസ്കവർ ചെയ്യാനും അവിടുത്തെ ഫുഡും മനുഷ്യരെയും ഒക്കെ കാണാനും ഫ്രണ്ട്സിനെ കുറെ ഉണ്ടാക്കാനും ഒക്കെ അല്ലേ ഇപ്പം ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, look at map 1. Map 1, once more, the hills, mountains and seas from the natural frontiers of the subcontinent. നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫുള്ള്. ഓക്കെ, ഇന്ത്യ സബ് കോണ്ടിനെന്റിന്റെ ഹിൽസ്, മൗണ്ടൻസ് ഒന്നുകൂടെ മാപ്പിൽ പോയി ഒന്നുകൂടെ ആ ഹിൽസും മൗണ്ടൻസും സീസും ഒക്കെ ഒന്ന് നോക്കിക്കേ. ആൾക്കാർ എന്ത് പ്രയാസപ്പെട്ടായിരിക്കും ആ സമയത്തൊക്കെ ട്രാവലിംഗ് നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. While it was very difficult to cross these frontiers, those who wanted could and did scale the mountains and cross the sea. അപ്പം ഭയങ്കര പാടാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പാടാണെങ്കിൽ പോലും അവർ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യണം, അവർക്ക് എങ്ങനെയും ഇവിടുന്ന് കടന്ന് അങ്ങോട്ട് പോകണം എന്ന് ഭയങ്കര സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ ഒക്കെ ഉള്ള ആൾക്കാർ അവര് മൗണ്ടൻസിന്റെ ഇതൊക്കെ അളന്ന് അവര് എങ്ങനെയും ഒക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിലപ്പം ക്രോസ് ചെയ്തിട്ടുമുണ്ട്. People from across the frontiers also came into the subcontinent and settled. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അല്ല, നമ്മുടെ സബ് കോണ്ടിനെന്റിൽ നിന്ന് അങ്ങോട്ട് പോകാൻ മാത്രമല്ല, വേറെ സ്ഥലങ്ങളിൽ നിന്നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ് കോണ്ടിനെന്റിലേക്ക് വന്ന് അവിടെ സെറ്റിലായിട്ടും ഉണ്ട്. These movements of people enriched our culture, traditions. People have shared new ways of carving stone, composing music and even cooking food over several hundred years. അപ്പം ഓരോ ട്രഡീഷൻസ്, വേറെ വേറെ സ്ഥലങ്ങളിലെ ട്രഡീഷൻസ് എല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഷെയർഡ് ന്യൂ കാർവിങ് സ്റ്റോൺസ്. അപ്പം പണ്ടൊക്കെ സ്റ്റോൺസിൽ കാർവ് ചെയ്യും, സ്റ്റോൺസ് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് സ്റ്റോൺസിൽ തന്നെ പെയിന്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പുതിയ പുതിയ മ്യൂസിക്, വേറെ നാട്ടുകാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം അവരുടെ കുറെ കൾച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ അവരുടെ കുക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണോ അതെല്ലാം നമ്മൾ പതുക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങും. Names of the land. Two of the words we often use for our country are India and Bharat. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥലത്ത് ഇന്ത്യ എന്ന പേര് വന്നത്, അല്ലെങ്കിൽ ഭാരത് എന്ന പേര് വന്നത്? The word India comes from the Indus called Sindhu in Sanskrit. ഇന്ത്യ എന്ന വേർഡ് ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന നെയിം വന്നത് ഇൻഡസ് എന്ന് പറഞ്ഞ റിവറാണ്. മാപ്പിൽ പോയി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ് റിവർ കാണാം. ഇൻഡസ് റിവറിന് സാൻസ്ക്രിറ്റിൽ വിളിക്കുന്നത് സിന്ധു എന്നാണ്. സിന്ധു, ഹിന്ദിയിലും സിന്ധു എന്നാണ് പറയുന്നത്. ഓക്കെ, the word India comes from the river, the name of the river Indus. Find Iran and Greece near Atlas. Atlas എടുത്ത് ഇറാനും ഗ്രീസും ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം. Iranians and the Greeks who came through the northwest about 2500 years ago and were familiar with the Indus called it the Hindos or the Indos. Okay, Iranis and Greeks. ഇറാനീസും ഗ്രീക്സും എല്ലാം നമ്മുടെ സബ് കോണ്ടിനെന്റിലേക്ക് വന്നു, ത്രൂ നോർത്ത് വെസ്റ്റ് വന്നു. ആൻഡ് they started to call the country as Indus and call it the Hindos, Indos അങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. The land to the east of the river was called India. അപ്പം ഇൻഡസ് എന്ന് പറഞ്ഞൊരു റിവർ അല്ലേ, ഈ റിവറിന്റെ ഈസ്റ്റിലോട്ട് കിടക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഇന്ത്യ എന്ന പേര് വന്നു. The name Bharat was used for a group of people who lived in the northwest. ഭാരത് എന്ന് ഭാരത എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ താമസിച്ച കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം വിളിക്കാനായിട്ടായിരുന്നു നമ്മൾ ഭാരത എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹു വർ മെൻഷൻഡ് ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദ ത്ത് ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഭാരത എന്ന് പറഞ്ഞ ആൾക്കാരെ. The earliest composition in Sanskrit that was dated 3,500 years ago. സാൻസ്ക്രിറ്റ് കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഋഗ്വേദ ഇസ് എ സാൻസ്ക്രിറ്റ് കോമ്പോസിഷൻ. ഓക്കെ, ആ ഋഗ്വേദക്കകത്ത് ഭാരത എന്ന ആൾക്കാരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്.
ഈ ഋഗ്വേദയൊക്കെ പിന്നീട് നമ്മുടെ കൺട്രിയുടെ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ പാസ്റ്റ്. There were several ways of finding out about the past. അപ്പം എങ്ങനെ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് അറിയും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് പഠിക്കാൻ പോകുന്നത് there are several ways of finding out about the past. ഒത്തിരി വേസ് ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നമുക്കൊന്നില്ലെങ്കിൽ ആൾക്കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന രീതി വെച്ച് നമുക്ക് പാസ്റ്റിൽ അന്വേഷിക്കാം. അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡ്, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നമുക്ക് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാം, പാസ്റ്റിനെ കുറിച്ച്. ഇതൊന്നുമല്ലാതെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. പാസ്റ്റിനെ കുറിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ. എന്തായിരിക്കും? ബുക്സ്, മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. One is to search for and read books that were written long ago. പണ്ട് എഴുതിയ ബുക്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. അത് എഴുതിയിരിക്കുന്ന ലാംഗ്വേജ്, അത് എഴുതിയിരിക്കുന്ന വായിച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാം. They are called manuscripts because they were written by hand. Okay, books പണ്ട് എഴുതിയ long ago, written books that were written long ago, they were called manuscripts. Okay, ബുക്സ്, പണ്ട് എഴുതിയ ബുക്സിനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായി why the name manuscripts? എന്തുകൊണ്ടാ? Because they were written by hands. കൈകൾ ഉപയോഗിച്ചായിരുന്നു നമ്മളത് പണ്ടത്തെ ആൾക്കാർ അത് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ മാനു എന്ന് പറഞ്ഞ ലാറ്റിനിൽ ഹാൻഡ് എന്ന അർത്ഥം. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അല്ലെ, ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബുക്ക്. ഓക്കെ, സോ റിട്ടേൺ ബുക്ക്. മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് എന്ന അർത്ഥം. ഓക്കെ, ദിസ് വെർ യൂഷ്വലി റിട്ടേൺ ഓൺ പാം ലീവ്സ്. പാം ലീവ്സ്, പണ്ടത്തെ പോലെ നമുക്ക് ഇപ്പോഴത്തെ പോലെ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു പണ്ടല്ലേ. അപ്പം അവർ പാം ലീവ്സ് അല്ലെങ്കിൽ അവർ സ്റ്റോൺസ് അതിലൊക്കെ ആയിരിക്കും എഴുതിക്കൊണ്ടിരുന്നത്. ഓർ ഓൺ ദി സ്പെഷ്യലി പ്രിപ്പയർഡ് ബാർക്ക് ഓഫ് ദ ട്രീ നോൺ ആസ് ബേർച്ച്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ബേർച്ച് എന്താണെന്ന് ചോദിക്കാം. പാം ലീവ്സ് കൊണ്ട് എഴുതിയ ബുക്ക് എന്തുവാ? മാനുസ്ക്രിപ്റ്റ്സ്. അങ്ങനെയൊക്കെ ചോദിക്കാം. മാനുസ്ക്രിപ്റ്റ്സ് എന്തിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഒക്കെ ചോദിക്കാം. ഓക്കെ, പാം ലീവ്സിലും ബേർച്ച്. ബേർച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ? ട്രീയുടെ ഒരു ബാർക്കിലൊക്കെ എഴുതുക അല്ലെ. ഒരു സ്പെഷ്യൽ ട്രീയുടെ ഒക്കെ നമുക്ക് ബാർക്ക് എടുത്തിട്ട് ആ ബാർക്കിലൊക്കെ എഴുതാം. ഓക്കെ, ഈ സ്പെഷ്യൽ ട്രീസ് അല്ലെങ്കിൽ ഈ ബാർക്കിൽ എഴുതാൻ പറ്റുന്ന ട്രീസ് ഒക്കെ എവിടെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എവിടെ വളർന്നുകൊണ്ടിരുന്നത്? ഹിമാലയാസിൽ. ഓക്കെ, over the years many manuscripts were eaten away by insects. Some were destroyed but many have survived. അപ്പോൾ ഇവിടെ നമുക്കൊരു മാനുസ്ക്രിപ്റ്റ് കാണാം. This is one manuscript, a page from a palm leaf manuscript. This manuscript was written about 1,000 years ago. The palm leaves were cut into pages and tied together to make books. To see a birch bark manuscript. ഓക്കെ, ഒരു ബിർച്ച് ബാർക്ക്, നമ്മൾ പറഞ്ഞല്ലോ ബിർച്ചും കൊണ്ടുണ്ടാക്കിയ ഒരു മാനുസ്ക്രിപ്റ്റ്, അത് കാണണമെങ്കിൽ 37ാമത്തെ പേജ് നമുക്ക് പോയി കഴിഞ്ഞ് കാണാം. ഓക്കെ, അത് നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു മാനുസ്ക്രിപ്റ്റാണ്. പാം ലീഫ് എഴുതിയ ഒരു മാനുസ്ക്രിപ്റ്റാണ് ഈ പടം. ഓക്കെ, പണ്ട് എഴുതിയ ഇതൊരു പാം ലീഫിലൊക്കെയല്ലേ എഴുതുന്നത്. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ ഇൻസെക്റ്റും ഒക്കെ ഇൻസെക്റ്റ് ഒക്കെ ഈറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്നാലും കുറേയൊക്കെ സൂക്ഷിച്ചവർ വെച്ചിട്ടുണ്ടായിരുന്നു. ടെമ്പിൾസിലൊക്കെ പ്രിസർവ് ചെയ്ത്, ടെമ്പിൾസ്, മൊനാസ്ട്രീസ് ഇവിടെയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. These books dealt with all kinds of subjects. അപ്പം ഈ ബുക്സിലൊക്കെ എന്തൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. Religious beliefs and practices, the lives of kings, medicines and science. അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്? റിലീജിയസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയായിരുന്നു അതൊക്കെ. പിന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഒക്കെ ജീവിത രീതികൾ, ശാസ്ത്രത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ വൈദ്യ ശാസ്ത്രങ്ങളെ കുറിച്ചും പിന്നെ മരുന്നുകളെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബിസൈഡ് ദിസ് there were epics, poems and plays also. അപ്പം ഇത് മാത്രമല്ല ബുക്സിന്റെ എഴുതിയിരുന്നത്, കഥകൾ, കുറെ പണ്ടത്തെ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. കുറെ പ്ലേസ്, നാടകങ്ങൾ, അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. Many of these were written in Sanskrit.
others were written in Prakrit. Okay, Sanskrit കുറെയൊക്കെ മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കുറെയൊക്കെ ഇത് ബുക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. അല്ലാത്ത ഇതൊക്കെ പ്രാകൃത് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ്. പ്രാകൃത് എന്ന് പറയുന്നത് അതിന്റെ മീനിങ് ലാംഗ്വേജ് ഓഫ് ദ ഓർഡിനറി പീപ്പിൾ, സാധാരണ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാംഗ്വേജ് ആയിരുന്നു പ്രാകൃത്. സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ടെമ്പിൾസ് ഒരുമാതിരി സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഒരു ഹയർ ക്ലാസ് ലാംഗ്വേജ് ആയിട്ടായിരുന്നു അന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പ്രാകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ്, ഒഫീഷ്യൽ അല്ല സോറി, യൂഷ്വലായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് അന്നത്തെ ആ ഒരു കാലത്ത് അതിനെ വിളിച്ചുകൊണ്ടിരുന്ന പ്രാകൃത് എന്നാണ്. ആൻഡ് തമിഴും പണ്ടത്തെ ഒരു ലാംഗ്വേജാണ്. തമിഴും സാൻസ്ക്രിറ്റും പ്രാകൃതും ഒക്കെ ആയിരുന്നു ബുക്സ് എഴുതിയിരുന്ന ലാംഗ്വേജസ്. We can also study inscriptions. Okay, so manuscripts എന്തിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്? പാം ലീവ്സിലും ബിർച്ചിലും. ഓക്കെ, ബിർച്ച് എവിടെ ഉണ്ടാകുന്നത്? ബിർച്ച് എന്ന് വെച്ചാൽ ബിർച്ച് എന്ന് പറയുന്നത് ബാർക്ക് അല്ലെ, ട്രീയുടെ ബാർക്കിനെയാണ് ബിർച്ച് എന്ന് പറയുന്നത്. ഈ ട്രീസ് എവിടെ കാണപ്പെട്ടിരുന്നത്? ഹിമാലയാസിൽ അല്ലേ. ഓക്കെ, ഇനി എന്തൊക്കെയായിരുന്നു ഈ ബുക്കിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്? റിലീജിയസ് ബിലീഫ്സ്, പ്രാക്ടീസസ്, ലൈഫ്സ് ഓഫ് കിങ്സ്, മെഡിസിൻ, സയൻസ്, പിന്നെ പോയംസ്, പ്ലേസ്, ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. ഇനി അടുത്തത് സാൻസ്ക്രിറ്റ്, പ്രാകൃത്, തമിഴ്, ഈ ലാംഗ്വേജസ് ഉപയോഗിച്ചായിരുന്നു ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. പ്രാകൃത് എന്ന ലാംഗ്വേജ് ഓഫ് ദ ഓർഡിനറി പീപ്പിൾ. ഓക്കെ, we can also study inscriptions. These are writings on relatively hard surfaces such as stone or metal. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റോണിലൊക്കെ പടം വരയ്ക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. സ്റ്റോൺ എഴുതുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ്സ് ഓൺ റിലേറ്റീവ്ലി ഹാർഡ് സർഫസസ് സച്ച് ആസ് സ്റ്റോൺ ഓർ മെറ്റൽ. അപ്പം ഇതിൻ്റെയൊക്കെ പുറത്ത് എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ആയിരുന്നു. അത് ഒരു വേ ആയിരുന്നു, പാസ്റ്റിനെ കുറിച്ച് അറിയാനുള്ളൊരു മറ്റൊരു വേ ആയിരുന്നു. സംടൈംസ് കിങ്സ് ഗോട്ട് ദെയർ ഓർഡേഴ്സ് inscribed so that people could see, read and obey them. ഓക്കെ, കിങ് ഒക്കെ അവരുടെ റൂൾസ് അല്ലെങ്കിൽ അവർ ഓർഡേഴ്സ് ഒക്കെ കൊടുത്തിരുന്നത് ഈ ഇതുപോലത്തെ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റോണിലോ വല്ലോ ഇൻസ്ക്രൈബ് ചെയ്യും. അതായത് നമ്മൾ ഒരുമാതിരി കാർവ് ചെയ്തെടുത്തിട്ടായിരിക്കും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആൾക്കാർ അത് കാണും, അത് വായിക്കും, എന്നിട്ട് അതിനെ ഒബേ ചെയ്ത് അങ്ങനെ. There are other kinds of inscriptions as well, where men and women, including kings and queens, recorded what they did. അപ്പം ഇങ്ങനത്തെ ഹാർഡർ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു റോക്ക്, ഇതിൻ്റെ പുറത്തൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ അയണിലോ വല്ലോ എഴുതി ഇങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കും. ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ പിന്നീട് വേറൊരു രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെങ്കിൽ കിങ്ങും ഒക്കെ അവർ എന്തൊക്കെ അവരുടെ റെക്കോർഡിങ്സ് എല്ലാം എഴുതി വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. കിങ് ഓഫൻ കെപ്റ്റ് റെക്കോർഡ്സ് ഓഫ് വിക്ടറീസ് ഇൻ ബാറ്റിൽ. അപ്പോൾ അവർ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ബാറ്റിൽ ചെയ്ത് ഓരോരോ സ്ഥലങ്ങൾ പിടിച്ചെടുക്കും അല്ലേ. അപ്പം ഇവർ ഏതെല്ലാം സ്ഥലങ്ങൾ പിടിച്ചെടുത്തു, അവരുടെ വിക്ടറീസ്, അവരുടെ അതെല്ലാം വിക്ടറീസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പടം എന്ന് പറയുന്നത് ഒരു ഇൻസ്ക്രിപ്ഷനാണ്. 2250 years ago ഉള്ളൊരു ഇൻസ്ക്രിപ്ഷനാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ കന്ദഹാർ, അഫ്ഗാനിസ്ഥാനിൽ കാന്താർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കണ്ട ഒരു ഇൻസ്ക്രിപ്ഷനാണിത്. ഇറ്റ് വാസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ഓർഡർ ഓഫ് റൂളർ നെയ്മഡ് അശോക. ഓക്കെ, നമ്മൾ ഈ അശോകയെ കുറിച്ചൊക്കെ പഠിക്കും. ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 18 നമ്മൾ അശോകയെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, when we write anything we use a script. Scripts consist of letters or signs. When we read what is written or speak we use language. അതാ ഇവിടെ നമ്മുടെ പാർട്ട് 1 എൻഡ് ചെയ്യുകയാണ്. പാർട്ട് 2 ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. എന്നോട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും സംസാരിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷൻ ഓപ്പണാണ്. യു ക്യാൻ സ്പീക്ക് ഔട്ട്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്.
അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.